Hello everyone, welcome back to my YouTube channel. ഇന്ന് 2024 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കുന്നൊന്നുമില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് പേരായി കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നു, ടീച്ചർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ടീച്ചർ എന്താണ് പഠിച്ചത്, ടീച്ചർ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ഒരുപാട് പേരായി കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നു. അപ്പോൾ ഒരു ന്യൂ ഇയർ ആയിട്ട് ഇതിനൊക്കെ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നേക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടെന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി അടുത്ത് നടത്തറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ പേര് പറയാറുണ്ട് കേട്ടോ, എൻ്റെ സംസാരം കേട്ടിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് ടീച്ചർ തൃശ്ശൂരാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സംസാരത്തിൽ നിന്ന്. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്, ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. പിന്നെ അറ്റ് പ്രസൻറ്റ് ഞാൻ റിസൈഡ് ചെയ്യുന്നത് ബഹ്റൈനിലാണ്. ഞാനിപ്പോൾ നാട്ടിലില്ല. ഇവിടെ ഞാൻ, മമ്മി, ഡാഡി, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. അവളുടെ മാരേജ് കഴിഞ്ഞ് അവൾ UAE സെറ്റിൽഡ് ആണ്. ഇവിടെ ഡാഡി ബഹ്റൈനിൽ വർക്ക് ചെയ്യാണ്, മമ്മി ഹോം മേക്കറാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബഹ്റൈനിൽ എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ മീൻസ് ഒരു 8th വരെയൊക്കെ ഞാനിവിടെ ബഹ്റൈനിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പം 8th വരെ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചി ആ സമയത്ത് 10th കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഞാനും മമ്മിയും ചേച്ചിയും കൂടി നാട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെ എൻ്റെ സ്റ്റഡീസും നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ 12th കഴിഞ്ഞ് ഞാൻ പിന്നെ ഡിഗ്രി ചെയ്തത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസമാണ്. അപ്പോൾ ബാച്ചിലേഴ്സ് ഞാൻ ചെയ്തത് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലാണ്. കൊടകരയുള്ള ഒരു കോളേജാണ്, തൃശ്ശൂർ തന്നെയുള്ളത്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞ് 2 years ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അത് ചെയ്തത് സെയിൻറ്റ് അലൂഷ്യസ് കോളേജാണ്, എൽത്തുരുത്തുള്ള, തൃശ്ശൂർ തന്നെയുള്ള എൽത്തുരുത്തുള്ള കോളേജിലാണ് ഞാൻ ചെയ്തത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ് ഞാൻ PG ചെയ്തത്. PG ചെയ്തതിന് ശേഷം ഞാനും മമ്മിയും കൂടി, ഇവിടെ ഡാഡി ഓൾറെഡി വർക്ക് ചെയ്യായിരുന്നു ബഹ്റൈനിൽ, അപ്പോൾ ഞാനും മമ്മിയും കൂടി ബഹ്റൈനിലേക്ക് വന്നു. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ CRM എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് മെയിൻലി എന്താ ചെയ്യാനുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കോൾസ് ഒക്കെ വരും. അപ്പോൾ ആ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ മെയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് മെയിൽ അയക്കുക, അതൊക്കെ ആയിരിക്കും മിക്ക സമയത്തും ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെയുള്ളത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ എന്ത് ജോബ് ചെയ്താലും എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ അതുപോലെ ഹാപ്പിനെസ്സും തരുന്നൊരു ജോബ് ഉണ്ടെങ്കിൽ അത് ടീച്ചിങ് ആണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അത് ഞാൻ എപ്പോഴാണ് റിയലൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ സെയിൻറ്റ് അലൂഷ്യസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ കോളേജിന് തൊട്ടടുത്ത് തന്നെയാണ് സെയിൻറ്റ് അലൂഷ്യസ് സ്കൂളും. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് കുറച്ച് കുട്ടികൾ വരും, ഞങ്ങൾക്ക് പഠിപ്പിക്കാം ആ കുട്ടികളെ. അപ്പോൾ എനിക്ക് 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, എൻ്റെ കുട്ടികൾ എവിടെ എന്ന് നോക്കി ഞാനിരിക്കും. അത്ര ഇഷ്ടമാണ് എനിക്ക് ടീച്ചിങ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞ്, അപ്പോൾ എൻ്റെ ക്ലാസ്സിലായിരിക്കും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റാഫ് റൂമിന് തൊട്ടപ്പുറത്തായിരിക്കും. അപ്പോൾ ഒരു ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രേഷ്മ മാം എന്ന് പറഞ്ഞ മാമായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അഡ്മയർ ചെയ്ത് നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ടീച്ചേഴ്സാണ് അവരൊക്കെ. അപ്പോൾ രേഷ്മ മാം എന്നെ വന്ന് നന്നായി എൻകറേജ് ചെയ്തു, നന്നായി ടീച്ചിങ്ങിൽ നല്ല സ്കിൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അത്രയും റെസ്പെക്റ്റോട് കൂടി കാണുന്ന ടീച്ചേഴ്സൊക്കെയാണ്. പിന്നെ ടീച്ചേഴ്സിന് ഏകദേശം അറിയാം, എൻ്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ അറിയാം ആരാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് അവർക്ക് കേൾക്കാൻ പറ്റും സ്റ്റാഫ് റൂമിലേക്ക്. അപ്പോൾ അതുപോലെ എൻകറേജ് ചെയ്തു, ടീച്ചിങ്ങിൽ കൂടുതൽ ഇനിയായാലും ടീച്ചിങ് ഫോളോ ചെയ്യണം, സ്നേഹയ്ക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടീച്ചർ എന്നെ എൻകറേജ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ അന്ന് മിസ്സിൻ്റെ ആ ഒരു വേർഡ്സ് കൊണ്ടായിരിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്. പിന്നെ ഞാൻ 12th കഴിഞ്ഞ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതിന് ഒരു പരിധി വരെ എൻ്റെ മമ്മിയുടെ ഫാദറാണ് ഒരു റീസൺ. അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് വരും. ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ് അപ്പച്ചൻ ആ ലാംഗ്വേജ്. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ 20s 30s ആ ഒരു ടൈമിലൊക്കെ ഷേക്സ്പിയറിൻ്റെ കുറേ ഡ്രാമാസൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് അപ്പച്ചൻ പറയാറുണ്ട്, ഹാംലെറ്റ്, ഒതല്ലോ, എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ എൻ്റെ അടുത്ത് ഇതൊക്കെ പറയും. അപ്പോൾ അത്ര ഇഷ്ടമാണ് അപ്പച്ചൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ. ഒരു പരിധി വരെ എനിക്ക് അപ്പച്ചൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്യാനും റീഡിങ്ങിൻ്റെ ലോകത്തേക്ക് വരാനൊക്കെ അപ്പച്ചൻ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.
ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമെന്നും അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നൊന്നും എൻ്റെ ഒരു തോട്ടിൽ പോലും എനിക്ക് വന്നിട്ടില്ല. മനസ്സിലായോ? ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. ഇപ്പം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് 2023 ഏറ്റവും നല്ല തീരുമാനം എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 6 or 7 months ആയിട്ടുള്ളൂ. ഇപ്പം നമുക്ക് 30,000 above ഫാമിലിയാണ് നമ്മൾ. അത്ര വലിയ കാര്യമായിട്ടല്ല പറയുന്നത്, ഞാൻ ഓരോരുത്തരോടും അത്രയും ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് പറയാണ്. കാരണം ഞാൻ ഈ 30,000 എന്ന് പറയുന്നത് തന്നെ എനിക്ക് അത്രയും വലിയ കാര്യമാണ്. അതിപ്പോൾ ഒരു സബ്സ്ക്രൈബർ ആയാലും 2 സബ്സ്ക്രൈബർ ആയാലും എന്താ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഓരോരുത്തരോടും. കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട്, ഒരു ഹ്യൂജ് പബ്ലിക്കിൻ്റെ സപ്പോർട്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. തീർച്ചയായും ഫ്യൂച്ചറിലും ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ കോളേജസാണ്. മെയിൻലി ഡിഗ്രി ചെയ്തതും PG ചെയ്ത കോളേജസും അത്രയും എന്താ പറയുക, നമ്മളെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറയില്ലേ, ശരിക്കും നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിനായാലും കുറേ നമ്മുടെ ലൈഫിലായാലും പല കാര്യങ്ങളും പല ലെസൺസും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഓരോ ടീച്ചേഴ്സിനോടും ഞാൻ താങ്ക്ഫുള്ളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ടാണ് എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഇനിയും അതേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2024 ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മൾ കുറേ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർക്ക് എനിക്കൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് എന്നെക്കുറിച്ച് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ എവിടെ ഇരുന്നാണ് കാണുന്നത് എന്നൊന്ന് ആ പ്ലേസ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമായിരിക്കും. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എവിടെയൊക്കെയാണ് ഓരോരുത്തരും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എവിടെ ഇരുന്നാണ് വീഡിയോ കാണുന്നത്, മീൻസ് പ്ലേസ് എവിടെയാണ് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അത് വളരെ സന്തോഷമായിരിക്കും. അപ്പം നമ്മുടെ ഫാമിലി ബിഗായി വരാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വരും ദിവസങ്ങളിലും ഇനി ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.